അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. മഹാനായ ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു അവിടുന്ന് റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹദീസിൽ ഉമ്മു സലമ റളിയല്ലാഹു അൻഹയെ തൊട്ട് നിവേദനം ചെയ്യുന്ന ഒരു ഹദീസിലൂടെ കാണാം, മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു വേള അവിടെ വീട്ടിൽ വെച്ച് മുഖത്തിൽ ഒരു നിറഭേദം സംഭവിച്ച ഒരു പെൺകുട്ടിയെ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കാണുകയാണ്. ആ സമയത്ത് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുന്ന് പറയുന്നത് കാണാം, ഇസ്തർഖൂ ലഹ, അവൾക്ക് വേണ്ടി നിങ്ങൾ മന്ത്രിക്കാൻ ആവശ്യപ്പെടൂ. കാരണം ഫഇന്ന ബിഹൻ നളറ, അവൾക്ക് കണ്ണീർ ബാധിച്ചിട്ടുണ്ട്. മഹാനായ ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്ത ഒരു ഹദീസാണ്. കൂട്ടുകാരെ, കണ്ണീർ യാഥാർത്ഥ്യമാണ്. ആര് എന്തു പറഞ്ഞാലും അത് കേവലം ഒരു അന്ധവിശ്വാസമായി നമുക്കൊരിക്കലും ഇസ്ലാമിക സമൂഹത്തിന് തള്ളിക്കളയാൻ കഴിയില്ല. ഈ കണ്ണീർ പല രൂപത്തിൽ ബാധിക്കാം. ചിലപ്പോൾ അത് നമ്മുടെ ആത്മമിത്രങ്ങൾക്ക് ബാധിക്കാം. നമ്മൾ കാരണം നമ്മുടെ ബാപ്പാക്ക് ബാധിക്കാം, നമ്മുടെ ഉമ്മാക്ക് ബാധിക്കാം, നമ്മൾ പോലും വിചാരിക്കാതെ നമ്മുടെ കുട്ടികൾക്ക് ബാധിക്കാം. എന്തിനേറെ അവിടെ മഹാന്മാർ വിശദീകരിക്കുന്നത് കാണാം. നമ്മൾ ഒരു വേള നല്ല രൂപത്തിൽ അണിഞ്ഞൊരുങ്ങി അല്ലെങ്കിൽ അണിഞ്ഞൊരുങ്ങിയിട്ടില്ലാതെ തന്നെ നമ്മൾ കണ്ണാടിയുടെ മുമ്പിൽ നിൽക്കുകയാണ്. ആ സമയത്ത് നമുക്ക് നമ്മുടെ ശരീരത്തിൽ തന്നെ ഒരു കൗതുകമായി തോന്നുമ്പോൾ, ആശ്ചര്യമായി തോന്നുമ്പോൾ അതും കണ്ണീറിന് കാരണമായേക്കും എന്ന് വരെ അവിടെ മഹാന്മാരായ ഇമാമിങ്ങൾ നമ്മോട് പഠിപ്പിച്ചു വെക്കുകയാണ്. ഇങ്ങനെയുള്ള കണ്ണേറുകളിൽ നിന്നോ നമുക്ക് രക്ഷപ്പെടണോ, നമുക്ക് കണ്ണേറ് ബാധിച്ചിട്ടുണ്ടെങ്കിലും അതിൻ്റെ എല്ലാവിധ കഷ്ടപ്പാടുകളിൽ നിന്നും നമുക്ക് രക്ഷപ്പെടണോ മാർഗമുണ്ട്. മഹാനായ മുല്ല അലിൽ ഖാരി റളിയല്ലാഹു അൻഹു അവിടുന്ന് മിഷ്കാത്തിൻ്റെ ഒരു ഷറഹിൽ, മിർഖാത്തുൽ മഫാത്തിഹ് എന്ന് പറയുന്ന ഷറഹിൽ അവിടുന്ന് പഠിപ്പിച്ചു തരുന്ന ഒരു മന്ത്രം കാണാം. പരിശുദ്ധമായ ഖുർആനിൻ്റെ ആയത്താണ്, അഥവാ സൂറത്തുൽ ഖലം. നമ്മുടെ പരിശുദ്ധമായ ഖുർആനിലെ സൂറത്തുൽ ഖലം, ആ സൂറത്തുൽ ഖലമിലെ അവസാനത്തെ 2 ആയത്തുകൾ, وَإِنْ يَكَادُ الَّذِينَ كَفَرُوا لَيُزْلِقُونَكَ بِأَبْصَارِهِمْ لَمَّا سَمِعُوا الذِّكْرَ وَيَقُولُونَ إِنَّهُ لَمَجْنُونٌ وَمَا هُوَ إِلَّا ذِكْرٌ لِلْعَالَمِينَ وَإِنْ يَكَادُ الَّذِينَ كَفَرُوا لَيُزْلِقُونَكَ بِأَبْصَارِهِمْ لَمَّا سَمِعُوا الذِّكْرَ وَيَقُولُونَ إِنَّهُ لَمَجْنُونٌ وَمَا هُوَ إِلَّا ذِكْرٌ لِلْعَالَمِينَ എന്ന ഈ ആയത്ത് അവിടുന്ന് പാരായണം ചെയ്താൽ കണ്ണീറിന് വലിയ ഒരു പ്രതിവിധിയാണ് എന്ന് മഹാൻ അവിടെ നിന്ന് പഠിപ്പിച്ചു തരുന്നത് കാണാം. അല്ലാഹു തആല പകർത്താനുള്ള തൗഫീക്ക് നൽകട്ടെ. ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകൾ ചാനലിൻ്റെ നിലനിൽപ്പിന് വേണ്ടി സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് ഓർമ്മപ്പെടുത്തി. അസ്സലാമു അലൈക്കും.